ബസ് നിർത്തിയതുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്ന് KSRTC ഡ്രൈവറെ ഡിപ്പോയിൽ കയറി മർദ്ദിച്ചെന്ന് പരാതി. പരിക്കേറ്റ ഡ്രൈവറെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലമ്പൂർ ഡിപ്പോയിലെ OR ജിത്തുവിനാണ് പരിക്കേറ്റത്. എറണാകുളം നിലമ്പൂർ ഫാസ്റ്റ് പാസഞ്ചർ ബസിന്റെ താൽക്കാലിക ഡ്രൈവറാണ് ജിത്തു. വണ്ടൂർ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ സാധാരണ വടപുറം ജംഗ്ഷന് മുൻപ് ഇറക്കത്തിൽ നിർത്തിയാണ് യാത്രക്കാരെ കയറ്റിയിറക്കുന്നത്. അതിനു പകരം KNG സംസ്ഥാന പാതയോരത്ത് നിർത്തി ആളെ ഇറക്കിയതിനെ ചൊല്ലി ബൈക്ക് യാത്രികനുമായി വാക്കേറ്റമുണ്ടായെന്ന് ജിത്തു പറയുന്നു. ഇന്നലെ എറണാകുളം സർവീസ് തിരിച്ചു വരുന്ന വഴിക്ക് വടപുറം എത്താൻ നേരത്ത് ഒരു ബൈക്കുകാരൻ ബസ്സിൻ്റെ മുന്നിലിട്ട് കളിപ്പിച്ചു. ബസ്സിൻ്റെ മുന്നിൽ ബ്രേക്ക് പിടിക്കുക, സൈഡ് തരാതെ നിൽക്കുക, യാത്രക്കാർക്ക് അസൗകര്യക്കേട് ഉണ്ടാക്കിയ വിധത്തിലാണ് വണ്ടി ഓടിച്ചത്. അപ്പോൾ ഞാൻ ആളോട് വണ്ടി സൈഡാക്കിയിട്ട് പറഞ്ഞു, ഇതിന് മുന്നിലൊന്നും ഇങ്ങനെ ഇട്ട് കളിക്കാൻ പറ്റില്ല, ജീവൻ പോണ കേസാണ്, ഇരുമ്പിന് ജീവൻ വെച്ച സാധനമാണ്, ബ്രേക്ക് നമുക്ക് കിട്ടിയില്ലെങ്കിൽ ആളെ ജീവൻ പോകും. ആ പേരിനാണ് ഇപ്പോൾ ഓലിങ്ങനെ ഓപ്പോസിറ്റ് വന്ന ബൈക്കുകാരും ഓരോ നാട്ടുകാരും ഒക്കെ പാടെ കൂടി നമ്മളെ ആക്രമിക്കേണ്ടായത്. കൈ പിടിച്ച് ഡോർമ പിടിച്ച് വലിച്ച് കൈ ഇങ്ങനെ ആക്കി. അതും പോരായിട്ട് വണ്ടിയൊക്കെ ഇടിച്ച് കയറാൻ നിൽക്കുന്നു. അപ്പോൾ ഞാൻ നേരെ ബസ് കൊണ്ട് ഡിപ്പോയിൽ പോയി. ഡിപ്പോയിൽ ആകെ പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഡിപ്പോ ആകെ പെട്രോൾ പമ്പിൻ്റെ ഉള്ളിൽ കയറിയിട്ട് വരെയാണ് ഓല് കച്ചറ കൂടിയത്. ഡിപ്പോൻ്റെ ഉള്ളിൽ അവിടേക്കൊന്നും അന്യർക്ക് പ്രവേശനമല്ല. അവിടെ ഒരു കൂട്ടായിട്ടാണ് വന്ന് ആക്രമിക്കാൻ നോക്കിയത്. ഞാൻ പുറത്തിറങ്ങിയ തല്ലും കൊല്ലും എന്നൊക്കെയാണ് ഓല് പറയുന്നത്. നമ്മളൊന്നും ചെയ്തിട്ടില്ല. വണ്ടീൻ്റെ മുന്നിലിട്ട് ഇങ്ങനെ വട്ടം കളിപ്പിച്ചപ്പോൾ നമ്മൾ അവനോട് കാര്യം പറഞ്ഞിട്ടുള്ളൂ. ജീവൻ പോകുന്ന ഏർപ്പാടാണ്, ഇരുമ്പിന് ജീവൻ വെച്ച സാധനമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബസ് ഡിപ്പോയിലെത്തിയപ്പോൾ ബൈക്കുകളിൽ ആളുകൾ പിന്തുടർന്നെത്തി. ബസ്സിനുള്ളിൽ കയറിയും പുറത്തുനിന്നും മർദ്ദിച്ചു. ഹെൽമറ്റ് ഉപയോഗിച്ച് അടിച്ചെന്ന് പരാതിയുണ്ട്. തലയ്ക്കും കൈയിലും പരിക്കുണ്ട്. പോലീസ് എത്തിയ ശേഷമാണ് അക്രമികൾ പിരിഞ്ഞുപോയത്. അക്രമത്തിന്റെ CCTV ദൃശ്യം സഹിതം ജിത്തു, ഡിപ്പോ ATO എന്നിവർ പരാതി നൽകി. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. SS Gold, Pure Gold. SS Group, നിലമ്പൂർ.